ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. നിങ്ങൾക്ക് പുലർച്ചെ 3 മണിയെ ഭയമാണോ? ഒരുപാട് പേർ എന്നോട് പറഞ്ഞു അവർക്കൊക്കെ പുലർച്ചെ 3 മണി ഭയമാണ് എന്ന്. തുടക്കത്തിൽ എനിക്കതൊരു തമാശ മാത്രമായിരുന്നു. പക്ഷെ നിരവധി പേരാണ് അങ്ങനെ ഒരു അനുഭവം പറയുന്നത്. എത്ര ഗാഢമായ ഉറക്കത്തിലാണെങ്കിലും ശരി, ആ സമയമാകുമ്പോൾ അവർ ഞെട്ടി എഴുന്നേൽക്കും. എന്നിട്ട് ക്ലോക്കിലേക്ക് നോക്കിയ സമയം കൃത്യം 3 മണിയായിരിക്കും. എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ടിട്ടായിരിക്കും അവർ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ടാവുക. പലരും പറയുന്നു ആ സമയത്ത് കണ്ട സ്വപ്നം നടന്നിട്ടുണ്ട് എന്ന്. പണ്ടുള്ളവർക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, പുലർച്ചെ കാണുന്ന സ്വപ്നം നടക്കും എന്ന്. ഇനി അങ്ങനെ വല്ലതും ഉണ്ടായിരിക്കുമോ? ഈ ഒരു സമയത്തെ, അതായത് പുലർച്ചെ 3 മണിയെ നമ്മൾ വിളിക്കുന്നത് ഡെവിൾസ് അവർ എന്നാണ്. വിച്ചിങ് അവർ എന്നും ഈ ഒരു സമയത്തിന് പേരുണ്ട്. എനിക്കുമുണ്ട് ഡെവിൾസ് അവറിൽ ഒരു അനുഭവം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം, അന്നൊന്നും മൊബൈൽ ഫോണുകൾ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഉള്ളതെല്ലാം കീപാഡ് ഫോണുകൾ മാത്രമാണ്. ആ സമയത്ത് പലരുടെ കയ്യിൽ നിന്നും കൈമാറി ഒരു നമ്പർ എനിക്ക് കിട്ടി. ആ നമ്പറിനൊരു പ്രത്യേകതയുണ്ട്, അതൊരു പ്രേതത്തിൻ്റെ നമ്പറാണ്. വിളിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആണ്. എന്നാൽ കൃത്യം പുലർച്ചെ 3 മണിക്ക് വിളിച്ചാൽ അങ്ങേയറ്റത്ത് ഫോൺ എടുക്കും. പിന്നെ കേൾക്കാൻ സാധിക്കുന്നത് ഒരു ശ്വാസോച്ഛ്വാസം മാത്രമായിരിക്കും. എനിക്ക് കാണാൻ താല്പര്യമുണ്ട്, അങ്ങനെ മാത്രമേ നമ്മൾ പറയാവൂ. തൊട്ടടുത്ത നിമിഷം നമ്മുടെ പിന്നിൽ ഒരു ശബ്ദം കേൾക്കാം. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പിന്നിൽ ഒരു പെൺകുട്ടിയെ കാണാം. അതായിരുന്നു ആ നമ്പർ എനിക്ക് തന്ന വ്യക്തി പറഞ്ഞ കഥ. കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്ന ഒരു കഥ അല്ല. എന്നാൽ പലരും ഭയന്ന് ആ നമ്പർ വാങ്ങിയില്ല. ഞങ്ങളിൽ ചിലർ നമ്പർ വാങ്ങി. ഞങ്ങൾ ഏതാണ്ട് 5 പേരാണ് ഒരു മുറിയിൽ താമസിക്കുന്നത്. അപ്പോൾ തന്നെ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. അലാമൊക്കെ വെച്ച് പുലർച്ചെ 3 മണിക്ക് ഞങ്ങൾ തയ്യാറായി. ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. കഥയിൽ പറഞ്ഞതുപോലെ അപ്പുറത്ത് ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. അല്പസമയം കഴിഞ്ഞ് അപ്പുറത്ത് ഫോൺ എടുത്തു. കേൾക്കാൻ സാധിച്ചത് ആരോ ശ്വസിക്കുന്ന ശബ്ദം തന്നെയായിരുന്നു. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്ന്. പെട്ടെന്ന് ആ ശ്വാസം അവിടെ നിലച്ചു. പിന്നെ ഞങ്ങൾ കേട്ടത് കാതടപ്പിക്കുന്ന ഒരു അലർച്ചയായിരുന്നു. ഫോൺ താഴെയിട്ട് ഭയന്ന് പിന്നോട്ടേക്ക് മാറിയത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളെല്ലാം നന്നേ ഭയന്നു പോയിരുന്നു. എന്നാൽ അങ്ങനെ ഒരു പെൺകുട്ടി ഞങ്ങളുടെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നീടാണ് അതിൻ്റെ ഗുട്ടൻസ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതൊരു പ്രീ റെക്കോർഡഡ് കോൾ ആയിരുന്നു. കൃത്യം 3 മണിക്ക് ഓണായി ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രീ റെക്കോർഡഡ് കോൾ. അത്തരം സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് തന്നെ അന്ന് ശരിക്കും ഞങ്ങൾ ഭയന്നു പോയിരുന്നു. ഇന്നും ആ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ഞെട്ടലുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് പുലർച്ചെ 3 മണി? അതിന് കാരണം ഡെവിൾസ് അവർ എന്ന വിശ്വാസവും. ബൈബിൾ പറയുന്ന അനുസരിച്ച് ഏപ്രിൽ 3 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്കാണ് യേശു കുരിശിലേറി മരണപ്പെടുന്നത്. ആ മരണത്തെ സൂചിപ്പിച്ചാണ് പിശാചുക്കൾ പുലർച്ചെ 3 മണിക്ക് പുറത്തിറങ്ങുന്നത് എന്നും. എക്സോസിസം ഓഫ് എമിലി റോസ് എന്ന സിനിമയിൽ എമിലി എന്ന കഥാപാത്രം പലപ്പോഴും ഭയന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത് പുലർച്ചെ 3 മണിക്കാണ്. ആ സിനിമയിൽ തന്നെ അതിൻ്റെ വിശദീകരണം ഒരു ഫാദർ നൽകുന്നുമുണ്ട്. ദ ഫോർത്ത് കൈൻഡ് എന്ന സിനിമയിൽ ഏലിയൻ അബ്ഡക്ഷൻ നടക്കുന്നതും പുലർച്ചെ 3 മണിക്ക് തന്നെയാണ് എന്ന് കാണിക്കുന്നുമുണ്ട്. നാടോടി കഥകളിൽ പലയിടങ്ങളിലും പുലർച്ചെ 3 മണിക്കാണ് പ്രേതങ്ങളും പിശാചുക്കളും പുറത്തിറങ്ങുന്നതായി പറയുന്നത്. പലയിടങ്ങളിലും 12 മണി മുതൽ 3 മണി വരെയുള്ള സമയമാണ് പൈശാചികമായ വിച്ചിങ് അവേഴ്സായി കണക്കാക്കുന്നത്. 1500-കൾക്ക് മുമ്പേ പുറത്തിറങ്ങിയ പല കഥകളിലും കവിതകളിലും അങ്ങനെ പറയപ്പെടുന്നുണ്ട്. എന്തിന്, നമ്മുടെ ഐതിഹ്യ കഥകളിൽ പോലും പുലർച്ചെ 3 മണിയോട് ചേർന്നാണ് കഥകളി കഴിഞ്ഞു വരുന്ന നമ്പൂതിരിമാർ യക്ഷികളെ കണ്ട് ഭയന്നിരുന്നത്. ബ്രാഹ്മ മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ്, അതായത് 3 മണിക്ക് മുമ്പ് എന്ന്. പുലർച്ചെ 3 മണിക്ക് ഞെട്ടി എഴുന്നേൽക്കുന്നതിന് കാരണം ആ സമയം വേദങ്ങളിൽ പറഞ്ഞ ബ്രാഹ്മ മുഹൂർത്തം ആയതുകൊണ്ടാണോ എന്ന് പലരും ചോദിച്ചിരുന്നു. ബ്രാഹ്മ മുഹൂർത്തത്തിനെ അങ്ങനെ ഒരു കൃത്യസമയമായി നമുക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് സൂര്യൻ ഉദിക്കുന്നതിനും 7.5 നാഴിക മുമ്പ് ആണ് ബ്രാഹ്മ മുഹൂർത്തമുള്ളത്. 7.5 നാഴിക എന്നാൽ ഏതാണ്ട് 3 മണിക്കൂർ മുമ്പ്. സൂര്യൻ ഉദിക്കുന്ന സമയത്തെ നമുക്ക് കൃത്യമായി വിശദീകരിക്കാൻ കഴിയില്ല. ഓരോ ദിവസവും വ്യത്യസ്ത സമയങ്ങളിലാണ് സൂര്യൻ ഉദിക്കുന്നതായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്.
ഈ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയം പൂജാവിധികൾക്കും യോഗാവിധികൾക്കും കൃത്യമായ സമയമാണ് എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്തെ ദൈവീകമായ സമയമായിട്ടാണ് നമ്മുടെ വിശ്വാസങ്ങൾ പറയുന്നത് എങ്കിലും പണ്ടുള്ള വിശ്വാസം മുതൽ തന്നെ യൂറോപ്പിൽ ഈ ഒരു സമയത്തെ പൈശാചികമായ പ്രവൃത്തികൾക്കായാണ് ഉപയോഗിച്ചിരുന്നത്. 1700കളിലാണ് പുലർച്ചെ 3 മണിയെ വിച്ചിങ് അവറായി കണക്കാക്കുന്നത്. ആ കാലത്തിലിറങ്ങിയ പല ഇംഗ്ലീഷ് കവിതകളിലും ഈ ഒരു സമയത്തെ വിച്ചിങ് അവേഴ്സ് എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. അതിന് കാരണം പല കാത്തോലിക് പള്ളികളിലും പുലർച്ചെ 3 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് ദൈവികമായ പ്രവൃത്തികൾ നടത്തിയിരുന്നില്ല എന്നതാണ്. അതിന് കാരണം ഈ ഒരു സമയത്തെ അവർ കണ്ടിരുന്നത് പൈശാചികമായ സമയമായിട്ടാണ്. പല ദുർമന്ത്രവാദ പ്രവൃത്തികളും ഈ സമയത്ത് നടന്നിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ ഈ സമയത്തിന് ഡെവിൾസ് അവർ എന്ന പേര് വന്നതും. ഡെവിൾസ് അവറിനെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ ലഭിക്കാവുന്ന വിഷയങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ അപ്പോഴും നിലനിൽക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് പുലർച്ചെ 3 മണിക്ക് പലരും ഞെട്ടി എഴുന്നേൽക്കുന്നു? അവർ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ 3 AM എന്ന് കൃത്യമായി കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ചിന്തകളാണ് 3 AM എന്ന സമയത്തെ ഒരു പാരാനോർമൽ സമയമാക്കി മാറ്റുന്നത്. ഡെവിൾസ് അവറിൽ ഒരാൾക്കുണ്ടായ അനുഭവം അയാൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. അത് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. കാര്യം ഇങ്ങനെയാണ്. ഒരു ദിവസം ഭയങ്കര ക്ഷീണിതനായി അയാൾ ഉറങ്ങുകയായിരുന്നു. വിദൂരതയിൽ നിന്നും ആരോ തൻ്റെ പേര് വിളിക്കുന്നതായി അയാൾക്ക് ഉറക്കത്തിൽ കേൾക്കാമായിരുന്നു. കുറേ നേരമായി ആരോ തൻ്റെ പേര് വിളിക്കുന്നു, പക്ഷേ അയാൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് ആ വിളി നിന്നു. പിന്നെ അയാൾ കേട്ടത് തൻ്റെ ചെവിക്ക് തൊട്ടടുത്ത് വന്ന് ഒരാൾ ഉറക്കെ തൻ്റെ പേര് വിളിക്കുന്നതായാണ്. അയാൾ ഞെട്ടി എഴുന്നേറ്റ് ക്ലോക്കിലേക്ക് നോക്കി. കൃത്യം 3 മണി. അതിൽ പ്രത്യേകതയൊന്നും അയാൾക്ക് തോന്നിയില്ല. ഒരു പേടി സ്വപ്നം കണ്ടു, അത്രമാത്രം. എന്നാൽ പിറ്റേ ദിവസം മുതൽ പല ദിവസങ്ങളിലും ഇതേ അനുഭവം അയാൾക്കുണ്ടായി. വിദൂരതയിൽ നിന്നും ആരോ വിളിക്കുന്നത് പോലെ പെട്ടെന്ന് തൊട്ടടുത്ത് വന്ന് ഉറക്കെ ആരോ പേര് വിളിച്ചു. ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ക്ലോക്കിൽ കൃത്യം 3 മണി. ഇങ്ങനെ ഒരാളല്ല, ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വപ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവരെല്ലാം ഞെട്ടി എഴുന്നേറ്റ് ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ കൃത്യം 3 മണി. ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടാണോ എന്നെനിക്ക് അറിയില്ല. പല മലയാളം സിനിമകളിലും അപകടം സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന ആളുകൾ വെള്ളം കുടിക്കുന്ന സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ മിക്ക സീനുകളിലും ക്ലോക്കിൽ കൃത്യം 3 മണിയായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സൈക്കോളജിയെക്കുറിച്ച് ഒന്ന് നോക്കാം. ഒരാൾ 3 മണിക്ക് ഞെട്ടി എഴുന്നേറ്റു എന്ന് തന്നെ വിചാരിക്കും. അയാളുടെ മനസ്സിൽ ആകെ പതിഞ്ഞിരിക്കുന്ന ഒന്ന് കൃത്യം 3 മണി എന്നതാണ്. അയാൾ ഗൂഗിളിൽ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഗൂഗിൾ അയാൾക്ക് നൽകുന്നത് ഡെവിൾസ് അവർ എന്നൊരു പേരും അതിൻ്റെ വിശേഷണങ്ങളുമാണ്. അതേക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്താൽ അയാൾക്ക് ലഭിക്കുന്നത് ഭൂതപ്രേത പിശാചുക്കൾ അലഞ്ഞു നടക്കുന്ന സമയമാണിത് എന്നും ദുഷ്ടപ്രവർത്തികൾ നടത്തുന്ന സമയമാണിത് എന്നും വിശദീകരിക്കുന്ന പല വീഡിയോകളുമാണ്. അതിൽ നിന്നും രക്ഷപ്പെടുക എന്നത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ശാസ്ത്രം ഇതിനെ വിശദീകരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. 80% ആളുകളും രാത്രി 11 മണിയോടുകൂടി ഉറക്കം ആരംഭിക്കുന്നവരാണ്. പ്രത്യേകിച്ചും ജോലി ചെയ്ത് ക്ഷീണിച്ച് ഉറങ്ങുന്നവർ. ഉറക്കത്തിന് പല സൈക്കിളുകൾ ഉള്ളതായി നമുക്കറിയാം. നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്നിങ്ങനെ. ഇതിൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റിനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: N1, N2, N3. ശേഷം REM, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. ഇതൊക്കെയാണ് ഉറക്കത്തിൻ്റെ സ്റ്റേജുകൾ. ഓരോ 90 മിനിറ്റിലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ 4 മുതൽ 6 സൈക്കിൾസ് വരെ ഉറങ്ങുന്നവരുണ്ട്. 3 മണി എന്ന് പറയുമ്പോൾ ചിലർ 1ാമത്തെ REM കഴിഞ്ഞവരും ചിലർ 2ാമത്തെ REM കഴിഞ്ഞവരുമായിരിക്കും. ഓരോ REM കഴിയുമ്പോഴും ബോധത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. REM സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ പലർക്കും ഹൃദയമിടിപ്പ് കുറയാനും പ്രഷറിൽ വേരിയേഷൻ ഉണ്ടാവാനും ശ്വാസം മുട്ടലുണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ പലരും ഞെട്ടി എഴുന്നേൽക്കാറുണ്ട്. ഇതിനെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് അഥവാ പാരാസോംനിയ എന്നും അറിയപ്പെടുന്നു. പലപ്പോഴും ഉറക്കത്തിൽ ഉയരത്തിൽ നിന്നും വീഴുന്നത് പോലെ നമുക്ക് തോന്നാറില്ലേ? അത് ഈ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴാണ്. ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, 73% ആളുകളും ഞെട്ടി എഴുന്നേൽക്കുന്നത് 3 മണി മുതൽ 4 മണിക്ക് ഇടയിലാണ്. അതിൽ കൃത്യം 3 മണിക്ക് എഴുന്നേൽക്കുന്നതും 3 മണി കഴിഞ്ഞ് 3 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതും 3 മണി കഴിഞ്ഞ് 33 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതും കോയിൻസിഡൻസ് മാത്രമാണ്. ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ സമയത്ത് തന്നെ പിറ്റേ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട് എന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത മാത്രമാണ്. ഉദാഹരണത്തിന് അലാം വെക്കാതെ കൃത്യസമയത്തെന്നും മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കുന്നവർക്ക് അത് മനസ്സിലാകും. അതോടൊപ്പം പറയേണ്ട മറ്റൊരു വിഷയമാണ് സെലക്റ്റീവ് മെമ്മറി. അതായത് ഒരാഴ്ചയിൽ 3 ദിവസം ഒരാൾ കൃത്യം 3 മണിക്ക് ഞെട്ടി എഴുന്നേറ്റു, 4 ദിവസം 3:30-ഓ 3:15-ഓ എഴുന്നേറ്റു.
എന്നാൽ അയാളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക കൃത്യം 3 മണിക്ക് എണീറ്റ് 3 ദിവസങ്ങൾ മാത്രമായിരിക്കും. 3:30ക്കും 3:15നും എണീറ്റ് 4 ദിവസങ്ങൾ അയാളുടെ മനസ്സിൽ ഉണ്ടാവുകയില്ല. അതിന് കാരണം സെലക്റ്റീവ് മെമ്മറി മാത്രമാണ്. കാരണം മനസ്സിൽ പ്രത്യേകതയോടുകൂടി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമയമായിരിക്കും കൃത്യം 3 മണി എന്നത്. അങ്ങനെ കാണുന്ന ഒരാൾക്ക് പുലർച്ചെ 3 മണി തന്നെ പിന്തുടരുന്നത് പോലെ തോന്നും. അതോടൊപ്പം കുറച്ച് പാരനോർമൽ കഥകൾ കൂടിയായാലും ബാക്കി പറയേണ്ടതില്ലല്ലോ. ഒന്ന് ചിന്തിച്ചാൽ ഇതിന് പിന്നിലെ സൈക്കോളജി ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇനി പലരും പറയുന്നത് പോലെ കൃത്യം 3 മണിക്ക് നിങ്ങളെ ഞെട്ടി എഴുന്നേൽപ്പിക്കുന്നത് പിശാചാണ് എങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഉറങ്ങുന്ന സമയം 3 മണി വരെ ഒരു ശല്യവും ചെയ്യാതെ കൃത്യം 3 മണിക്ക് നിങ്ങളെ വിളിച്ചുണർത്തുന്ന ഒരു പിശാചെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്.